നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ. ഇന്നൊരു പുതിയ കൃഷിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഒരു കാലിയായ മിഠായി ഭരണികൾ. ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക്കിലാണല്ലോ എല്ലാ മിഠായികൾ വരുന്നത്. ആ ഒഴിഞ്ഞ കുപ്പികൾ ഇങ്ങനെ ചീര നട്ട് പിടിപ്പിച്ചാൽ നല്ല പ്രയോജനം കിട്ടും നമുക്ക്. കുപ്പി എടുത്തിട്ട് അതിൻ്റെ ചുവട് ഭാഗം സൈഡിലായിട്ട് 3-4 ഹോൾ ഇടുക. ചന്ദനത്തിരി കത്തിച്ചിട്ട് അങ്ങനെ നമ്മൾ ഉരുക്കി എടുത്ത് ഹോൾ ഇട്ടാൽ മതി. നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചീര കൃഷി. ഇങ്ങനെയും ചെയ്യാം നമുക്ക്. പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് അതിനകത്ത് ആവശ്യമുള്ള മണ്ണ്, ഞാനിപ്പോൾ മണ്ണെടുത്തത് വയലിലെ മണ്ണാണ്. വയലിലെ മണ്ണാകുമ്പോൾ നല്ല പൂഴി മണ്ണാണ്. അതിനകത്ത് കട്ടയായിട്ടിട്ടരുത്. അതിന് കുപ്പിയിൽ ഇതിനെ നിറച്ചിട്ട് ഇടയ്ക്ക് പച്ചില ഈ മുരിങ്ങയിലയുടെ ഇലയായാലും മറ്റും തഴുതാവയുടെ ഇലയായാലും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. അതൊരു ജൈവ കീടനാശിനിയും അല്പം അയൺ കണ്ടൻറ്റും കൂടുതലുള്ളതാണ്. മണ്ണിനോടൊപ്പം കോഴിക്കാഷ്ടം പിന്നെ ചാണകപ്പൊടിയും കുതിർത്ത് ഇട്ട് മിക്സ് ചെയ്ത് ഇടുക മണ്ണിനോടൊപ്പം. ഏറ്റവും കൂടുതൽ തരിമണ്ണാണ് ഏറ്റവും നല്ലത്. കാര്യം ഈ ചീരയുടെ വേരിന് ഏകദേശം വളരാൻ തരിമണ്ണാണ് ഏറ്റവും നല്ലത്. മുരിങ്ങയിലെങ്കിലും ചുറ്റുപാടുള്ള നമ്മളെ വേസ്റ്റ് പോച്ച പറിച്ച് ഇട്ടാലും മതി. അല്ലെങ്കിൽ കരിയിലേക്കായി നല്ലത് ഈ പച്ച ഇലകളാണ് നല്ലത്. പച്ച ഇലയിൽ കൂടുതൽ നൈട്രജനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ചീര വളരാൻ നല്ലതാണ്. 3/4 കുപ്പി ആയതിനു ശേഷം ഈ ഒരു ചീര തൈ എടുത്ത് നട്ടാൽ അതിനുശേഷം മണ്ണ് വാരിയിടും. ഒപ്പം ഈ കുതിർത്ത വളങ്ങളും കൂടെ ഇതിലൂടെ ഉപയോഗിക്കുക. ഈ വളത്തോടൊപ്പം ഈ അറക്കപ്പൊടിയും കൂടെ വാരിയിട്ട് മിക്സാണ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ സ്വല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഉപയോഗിച്ചാൽ നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ വേരുകൾക്ക് മറ്റ് കീടങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണം കിട്ടുകയും ചെയ്യും. ഒപ്പം ഇത് ജൈവവളമായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ചാമ്പൽ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. ചാമ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് പൂക്കും. പ്ലാസ്റ്റിക് ബോട്ടിൽ നിറച്ചതിന് ശേഷം 2 ദിവസത്തേക്ക് തണുപ്പത്ത് വെക്കുന്നതാണ് നല്ലത്. അമിതമായി ചൂടടിച്ചാൽ ഇത് കരിഞ്ഞു പോകും. വേനൽക്കായതുകൊണ്ട് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കൂടെ ഗോമൂത്രം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് നല്ലതാണ്. ചീര പൂത്ത് കഴിഞ്ഞാൽ പിന്നെ തോരൻ വെക്കാൻ അത് കൊള്ളത്തുമില്ല. കൃഷിയിലെ ഈ ടിപ്പും നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. വളരെയേറെ പ്രയോജനകരമായിരിക്കും നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലേക്ക്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻസും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.